ചെറിയ തോതിൽ ചീരകൃഷി നേരത്തെയും ഉണ്ടായിരുന്നതാണ്. ജോലിയിൽ നിന്ന് പിരിഞ്ഞയുടനെ തന്നെ കൃഷിയെ വിപുലീകരിച്ചു. തൃപ്പൂണിത്തുറയിൽ ഉണ്ടായിരുന്ന 1.5 ഏക്കർ പാടം നികത്തിയെടുത്താണ് കൃഷി തുടങ്ങിയത്. തൊടി നിറയെ കിളച്ചൊരുക്കി വിത്ത് വിതച്ചു. നോക്കിയിരിക്കെ ചീരച്ചെടികൾ വളർന്നു വന്നു. ടെന്നീസന്റെ മനസ്സിൽ അവ സ്വപ്നങ്ങൾ നിറച്ചു. ആദ്യ വിളവെടുപ്പിലൂടെ തന്നെ ചീരകൃഷിയുടെ സാധ്യതകൾ ടെന്നീസന് ബോധ്യമായി. ചീര കൈ നിറയെ പണം എത്തിച്ചു. ഇനി മറ്റൊരു ജോലിക്കുമില്ല എന്ന് അന്ന് തീരുമാനിച്ചതാണ് ടെന്നീസൻ. കഴിഞ്ഞ 10 വർഷങ്ങളായി ചീരകൃഷി ഒരു തപസ്യയാണ് ഇദ്ദേഹത്തിന്. പകലന്തിയോളം എന്ന പഴയ പ്രയോഗത്തിനെ തിരുത്തിക്കൊണ്ട് പുലർച്ചെ 5 മണി മുതൽ രാത്രി 9 വരെയാണ് ചീരത്തോട്ടത്തിൽ ഇദ്ദേഹം പണിയെടുക്കുന്നത്. ചുരുങ്ങിയ നാളുകൾ കൊണ്ട് കൂടുതൽ ആദായം തരുന്ന ചീരയുമായി അത്രയേറെ ആത്മബന്ധമാണ് ടെന്നീസനുള്ളത്. നാടൻ ചീര ഇനങ്ങൾക്ക് നിറം കുറവാണെന്നതിനാൽ അവയോട് ടെന്നീസന് താൽപ്പര്യം പോരാ. കേരള കാർഷിക സർവകലാശാല ഉൽപ്പാദിപ്പിച്ചെടുത്ത അരുൺ എന്ന മുന്തിയ ഇനം ചീരയുടെയും മണ്ണുത്തിയിലെ കണ്ണാറ വിഭാഗത്തിൽപ്പെട്ട ചീരയുടെയും സങ്കരവിത്താണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നത്. ഈ ചീരയ്ക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന ചുവപ്പ് നിറമാവും ഉണ്ടാവുക. ആരെയും കൊതിപ്പിക്കുവാൻ പോന്ന രുചിയും. വളരെ പെട്ടെന്ന് വളരുകയും വിളവെടുപ്പിന് തയ്യാറാവുകയും ചെയ്യുന്ന ഈ മുന്തിയ ഇനം ചീരയ്ക്ക് ഗുണവും കൂടുതലുണ്ട്. വിത്തിനായുള്ള ചുവന്ന ചീരയുടെ അരി ടെന്നീസൻ കേരളത്തിൽ നിന്ന് വാങ്ങാറില്ല. ഇവിടെ ചീരവിത്തിന് വില കൂടുതലാണെന്നതാണ് അതിനദ്ദേഹം കാരണം പറയുക. ഞാനിവിടെ ചീരയുടെ അരി ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ വെറൈറ്റി അരി ഒരു ക്വാണ്ടിറ്റി തമിഴ്നാട്ടിലെ ചില കൃഷിക്കാരുണ്ട്, അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവർ വിത്ത് ഉൽപ്പാദിപ്പിക്കും. അവരുടെ കയ്യിൽ നിന്ന് ഞാൻ വിത്ത് വാങ്ങും. ആ മെത്തേഡെന്ന് പറഞ്ഞാൽ ഒരാൾക്കും അറിയാൻ പാടില്ലാത്തൊരു ടെക്നിക്കാണ്. തമിഴ്നാട്ടിൽ ലേബർ കുറവാണ്, അവർക്ക് ഇഷ്ടം പോലെ ലാൻഡും ഉണ്ട്. അവർ ആ ലാൻഡിൽ കൃഷി ചെയ്ത് ഇവിടെ കിട്ടുന്ന വിലയേക്കാൾ കുറഞ്ഞൊരു വിലയ്ക്ക് എനിക്ക് തരും. ഈ സർവകലാശാലയിൽ നിന്ന് വാങ്ങണമെങ്കിൽ 600 രൂപ 1 കിലോ സീഡിന് കൊടുക്കണം. ഇവിടെ ഒരു സ്ഥലമുണ്ട്, ആലത്തൂർ, കേരള ഗവൺമെൻറ്റിൻ്റെ ആണ്. അവിടെ 305 രൂപ കൊടുക്കണം 1 കിലോയ്ക്ക്. പക്ഷേ അതിലൊക്കെ കുറഞ്ഞ വിലയ്ക്ക് എനിക്ക് വേറെ സീഡ് കിട്ടും. 300 രൂപ മുതൽ 600 രൂപ വരെയാണ് നമ്മുടെ നാട്ടിൽ ചീരവിത്തിന് വില. തമിഴ്നാട്ടിൽ വിത്തിന് വില കുറവുണ്ട്. ഈറോഡിലും കോയമ്പത്തൂരുമൊക്കെയുള്ള കർഷകരിൽ നിന്നുമാണ് ചീരവിത്ത് ഇപ്പോൾ കൊണ്ടുവരുന്നത്. വിത്തിനായി ചീര വളർത്തിയെടുക്കേണ്ടതില്ല. ആവർത്തന കൃഷിയിലുണ്ടാകുന്ന വിത്തിനേക്കാൾ ഇതര പ്രദേശങ്ങളിൽ നിന്ന് വാങ്ങുന്ന വിത്തുകൾ മെച്ചപ്പെട്ട വിള തരുന്നുവെന്നാണ് ടെന്നീസന്റെ അനുഭവം. പഴയ NES ബ്ലോക്ക് നിർമ്മിച്ച സാധാരണ പച്ചച്ചീരയുടെ വിത്ത് സ്വന്തം തോട്ടത്തിൽ തന്നെയാണ് ഇദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്നത്. വില കുറഞ്ഞ സീസണിൽ തെരഞ്ഞെടുത്ത പച്ചച്ചീര ചെടികളെ വെട്ടിയെടുക്കാതെ പൂവിടാൻ അനുവദിക്കുന്നു. 4 മാസം കൊണ്ട് വിത്ത് പാകമാകും. അരി വേറിട്ടെടുക്കാതെ പൂക്കൾ സഹിതമാണ് പച്ചച്ചീര പാകുന്നത്. പച്ചച്ചീര ഏതു തണലിലും വളരുന്നവയായതിനാൽ തെങ്ങിൻ ചോട്ടിലും കൃഷി ചെയ്യുന്നുണ്ട്. ചുവന്ന ചീരയ്ക്കും നല്ല വെയിൽ ആവശ്യമാണ്. പുരയിടത്തിൽ ഏറിയ പങ്കും ചുവന്ന ചീരയാണ് കാണപ്പെടുന്നത്. നോക്കത്താ ദൂരം പടർന്നു കയറുന്ന അവയുടെ ചുവപ്പ് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ചുവപ്പ് ചീരയെ അപേക്ഷിച്ച് പച്ചച്ചീരയ്ക്കാണ് ഗുണം കൂടുതലുള്ളത്. എന്നാൽ ഉപഭോക്താക്കൾക്ക് താൽപ്പര്യം ചുവന്ന ചീരയോട് തന്നെയെന്ന് ടെന്നീസൻ. മാർക്കറ്റിൽ എല്ലാ ആൾക്കും ചുമന്ന ചീരയാണ് വേണ്ടത്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ വരെ പറയും, അമ്മേ ചോറ് ചുമക്കുന്ന ചീര വേണം അമ്മേ എന്ന് പറയും. ചോറിനകത്ത് കോരി വെച്ച് കഴിഞ്ഞാൽ നല്ല റെഡിഷായിട്ട് വരുന്നു ഈ ചുമന്ന ചീരയുടേതാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ചുമന്നതാണ് ആവശ്യം. ഇപ്പോൾ ഒരു കറുത്ത ഒരാളുമുണ്ട്, വെളുത്ത ഒരാളുമുണ്ട്. ആരെയായിരിക്കും നമുക്ക് കൂടുതൽ കാണുമ്പോൾ ഒരു താല്പര്യം തോന്നുന്നത്? വെളുത്ത ആളിനെ. അതേപോലെ ചീരയെ സംബന്ധിച്ച് ചുമന്ന ചീരയ്ക്കാണ് എല്ലാവർക്കും ഒരു താല്പര്യം. എന്നാൽ ഗുണം കൂടുതൽ പച്ചച്ചീരയ്ക്കാണ്. പച്ചച്ചീരയിലാണ് അയൺ കണ്ടൻറ്റൊക്കെ ചുമന്ന ചീരയേക്കാൾ കൂടുതലുള്ളത്. പക്ഷേ എല്ലാവർക്കും ചുമന്നതാണ് വേണ്ടത്. കൂടുതൽ ആൾക്കാർക്കും വളരെ അപൂർവം ആൾക്കാരാണ് പച്ചച്ചീര കൊണ്ടുപോകുന്നത്.
പ്രതിവർഷം 500 കിലോ ചീര വിത്താണ് ടെന്നിസൺ ഉപയോഗിക്കുന്നത്. 1 കിലോ വിത്ത് പാകിയാൽ കുറഞ്ഞത് 100 കിലോ ചീര പറിച്ചു വിൽക്കാനാകും. ചീരയുടെ കമ്പോള വില ഏറിയും കുറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. 8 രൂപ മുതൽ 12 രൂപ വരെ സാധാരണ വില ലഭിക്കുന്നു. 15 രൂപ നിരക്കിലും ടെന്നിസൺ ചീര വിറ്റിട്ടുണ്ട്. ദിവസേന 150 മുതൽ 200 കിലോ വരെ ഈ പാടത്ത് ഉൽപ്പാദിപ്പിച്ചു വരുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ കണക്കെടുത്താലും ഒരു ദിവസം 1200 രൂപയുടെ ചീര വിറ്റുപോകുന്നു. അത് 2400 രൂപ വരെ ആകാമെന്നത് മറക്കരുത് താനും. അതായത് ശരാശരി ഒരു മാസം 48,000 രൂപയുടെ വിൽപ്പനയാണ് നടക്കുന്നത്. വിത്തും പണിക്കൂലിയും കൃഷിനഷ്ടവും എല്ലാം ചേർത്താൽ പോലും കുറഞ്ഞത് 25,000 രൂപ മാസവരുമാനമായി സമ്പാദിക്കുവാൻ ടെന്നിസന് കഴിയുന്നു. ഷിപ്പ്യാർഡിലെ വെള്ളക്കോളർ ജോലി രാജിവെച്ചൊഴിയുവാനുള്ള തൻ്റെ തീരുമാനം തികച്ചും ശരിയായിരുന്നുവെന്ന് ഈ കണക്കുകൾ ടെന്നിസിനെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നു. ഞാൻ ഷിപ്പ്യാർഡിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ജനറൽ മാനേജർ AJ ആൻ്റണി എന്നോട് പറഞ്ഞു, എന്തിനാണ് താൻ ഇത്രയും നിർബന്ധിച്ച് ജോലിയിൽ നിന്ന് പോകുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു മകളെ കെട്ടിക്കണം, അതിന് എൻ്റെ കയ്യിൽ പൈസയില്ല. കുറച്ച് പൈസ ഉള്ളതൊക്കെ ഞാൻ ലാൻഡിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കടവന്തറയിലൊരു വീടുണ്ട്, അതിനു വേണ്ടി ഹൗസ് ലോൺ എടുത്തിട്ടുണ്ട്. ശമ്പളത്തിൽ കട്ടിങ് എല്ലാം കഴിഞ്ഞാൽ എനിക്ക് ചെറിയ ഒരു എമൗണ്ടൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് ജീവിതത്തിൽ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞ്, അങ്ങനെ തനിക്ക് നിർബന്ധമായിട്ട് പോകണമെങ്കിൽ താൻ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് ഒരു 5-8 കൊല്ലം കഴിഞ്ഞപ്പോൾ സാറ് ഒരു പ്രാവശ്യം സാറും വൈഫും കൂടെ ഇവിടെ വന്ന സമയത്ത് എൻ്റെ കൃഷിത്തോട്ടം എല്ലാം കണ്ട്. അപ്പോൾ പറഞ്ഞ്, അന്ന് എനിക്ക് തോന്നിയ അഭിപ്രായമല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. ഇതൊരു നല്ല കാര്യമാണ്, തൻ്റെ ഹെൽത്ത് അന്നത്തെക്കാൾ ഇപ്പോൾ വളരെയേറെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു.